നമ്മൾ നേരത്തെ തിളപ്പിച്ചില്ലായിരുന്നു ഇഞ്ചിയും കറും. ഇന്ന് നമുക്കൊരു ഹെയർ പാക്ക് തയ്യാറാക്കാം. അപ്പം ഞാൻ എടുത്തിരിക്കുന്ന കുറച്ച് ചെമ്പരത്തി ഇലയാണ്. ഇതിലേക്ക് ഞാൻ വെള്ളം ഒഴിച്ചല്ല ഇത് അരച്ചെടുക്കുന്നത്, തേയിലവെള്ളത്തിലാണ്. തേയിലവെള്ളത്തിൽ കുറച്ച് ഇഞ്ചിയും ഗ്രാമ്പും ചതച്ചിട്ട് അത് തിളപ്പിച്ചെടുത്ത് തണുത്തതിന് ശേഷം നമ്മുടെ ഇലയിട്ട് അരച്ചെടുക്കാവേ. അപ്പോൾ ഇതൊരു നാച്ചുറൽ റെമഡിയാണ്, നമ്മുടെ ഹെയർ ഗ്രോത്തിനൊക്കെ സഹായിക്കുന്ന ഒന്നാണിത്. അപ്പം നമുക്ക് ചെമ്പരത്തി ഇല വെച്ചിട്ട് പാക്ക് ഉണ്ടാക്കാം. നിങ്ങളുടെ കയ്യിൽ പൂവ് ഉണ്ടെങ്കിൽ പൂവ് എടുക്കാം. അപ്പോൾ എനിക്ക് പൂവ് കിട്ടാത്തതുകൊണ്ട് ഇപ്പോൾ ഇല മാത്രമേ ഉള്ളൂ. ഈ ഇല കഴുകിയെടുക്കുകയാണേ. ഇനി ഇത് മിക്സിയുടെ ജാറിലേക്ക്, തളിരെല്ലാം ഉണ്ടെങ്കിൽ അതെടുത്താൽ മതി. ഇങ്ങനെ കൈ കൊണ്ട് ഇങ്ങനെ പൊട്ടിച്ചിട്ട് കൊടുക്കാതെ അപ്പോൾ അരയാൻ എളുപ്പമായിരിക്കും. അപ്പോൾ നമ്മൾ നേരത്തെ തിളപ്പിച്ച് വെച്ചിരുന്ന ഇഞ്ചിയും ഗ്രാമ്പൂടെ ഇട്ട ഒരു തേയിലവെള്ളത്തിനകത്തിട്ട് ഇതുണ്ടല്ലോ, അതുകൂടെ ഒഴിച്ച് കൊടുക്കാം. തണുത്തതിന് ശേഷം മാത്രം ഒഴിച്ച് കൊടുക്കാതെ അരച്ച് ഒഴിച്ച് കൊടുക്കാം. ഇനി ഒന്ന് അരച്ചെടുക്കാം. അങ്ങനെ ചെമ്പരത്തിയില കൊണ്ടുള്ള ഹെയർ പാക്ക് റെഡി ആയിട്ടുണ്ട്. ഇതൊരു നാച്ചുറൽ ഹോം റെമഡിയാണ്. ഈ ഒരു ഹെയർ പാക്ക് മുടി വളരാനും മുടി നല്ല സോഫ്റ്റ് ആൻഡ് സിൽക്കി ആക്കാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മുടെ ഇഞ്ചിയൊക്കെ ഇട്ടതുകൊണ്ട് തന്നെ ബ്ലഡ് സർക്കുലേഷൻ കൂട്ടാനും ഡാൻഡ്രഫ് കുറയ്ക്കാനും ഗ്രാമ്പൂ ഉള്ളതുകൊണ്ട് തന്നെ ആൻറ്റി ബാക്ടീരിയൽ എഫക്റ്റും ഇതിന് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇത് തേച്ചിട്ട് നിങ്ങൾ ഷാമ്പൂ ഉപയോഗിച്ച് വാഷ് ചെയ്യേണ്ട ആവശ്യമില്ല. സാധാരണ റണ്ണിങ് വാട്ടറിൽ കഴുകിയെടുത്താൽ മതി. അതുപോലെ തന്നെ ഇതിൻ്റെ റിസൾട്ട് ഞാൻ ലാസ്റ്റിൽ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് നല്ലൊരു വിസിബിൾ റിസൾട്ട് കിട്ടുന്നത് നെക്സ്റ്റ് ഡേയിലാണ്. ഇത് പുരട്ടി അന്ന് വൈകിട്ട് മുടി ഉണങ്ങിയപ്പോൾ എടുത്തൊരു റിസൾട്ടാണ് കേട്ടോ. അപ്പോൾ ഇത് ആഴ്ചയിൽ 1 അല്ലെങ്കിൽ 2 പ്രാവശ്യം നിങ്ങളിത് ട്രൈ ചെയ്യുക. നല്ല എഫക്റ്റീവായിട്ടുള്ളൊരു ഹോം റെമഡിയാണ്. അപ്പോൾ ഇതാട്ടോ നമ്മുടെ ഹെയർ പാക്കിൻ്റെ റിസൾട്ട്. അടിപൊളിയായിട്ടുണ്ട്, സ്മൂത്ത് ആയിട്ടുണ്ട് ഹെയർ.